ഗീതൂസ് ഗ്ലോബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ഇത് രണ്ടും ഇഷ്ടമില്ലാത്ത മലയാളിയുണ്ടോ? പല ടൈപ്പ് സാമ്പാർ നമുക്ക് ഉണ്ടാക്കാൻ അറിയാം. വറുത്തരച്ചതും വറുത്തരയ്ക്കാത്തതും പൊടികൾ ചേർത്തതും പൊടികൾ ചേർക്കാത്തതും എന്ന് വേണ്ട പല ടൈപ്പ് സാമ്പാർ നമുക്ക് ഉണ്ട്. വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമുക്കൊരു സാമ്പാർ ഇന്നുണ്ടാക്കി നോക്കാം. ആദ്യം കുക്കറിൽ പരിപ്പ് വേവിക്കണം. പിന്നെ വേറൊരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് സാമ്പാറിന് വേണ്ട എല്ലാ കഷ്ണങ്ങളെയും ഇങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞത് അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കായമാണ് കേട്ടോ. നല്ല ഇവിടെ പൊടിക്കായമല്ല, നമ്മുടെ സാധാ കട്ടിക്കായമാണ് എടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് രണ്ടും നമ്മുടെ ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്ത വെജിറ്റബിൾസിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതവിടെ കുക്കായപ്പോഴേക്കും നമ്മുടെ പരിപ്പ് കുക്കായോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പിനെ എടുത്ത് വെജിറ്റബിൾസിനെ അതിൻ്റെ പൊക്കത്തിൽ നിന്നൊന്ന് മാറ്റിയെടുത്ത് നേരെ ഈ വെജിറ്റബിൾസിനെ നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ പരിപ്പും വെജിറ്റബിൾസിനെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ കേട്ടു. അപ്പോൾ വറുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി കുറച്ച് കളറിനാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് ഇളക്കി ആവശ്യത്തിന് പുളിവെള്ളം കൂടെ അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചു. ഇനി നമുക്ക് കടുക് വറക്കേണ്ട കാര്യങ്ങൾ നോക്കാം. ചട്ടി ചൂടായപ്പോഴേക്കും വറവിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇട്ട് നേരെ നമ്മുടെ കുക്ക് ചെയ്തിരിക്കുന്ന സാമ്പാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ നന്നായിട്ട് ഇളക്കി കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവിനെ നോക്കാം, മാവ് എന്തായെന്ന്. ഈ മാവിനകത്ത് തലേ ദിവസം നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ച് ചേർത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് ആദ്യം എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് നമ്മൾ ഓരോ തവി വീതം ഇങ്ങനെ മാവ് കോരി കോരി ഒഴിച്ചിട്ടുണ്ട്. 8 മിനിറ്റാണ് കേട്ടോ ഇത് കുക്കാവേണ്ട സമയം. നമ്മുടെ ചെമ്പ് അടച്ചു വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ടുണ്ട്. തട്ടിൽ നിന്ന് നേരെ പ്ലേറ്റിലേക്ക് തട്ടിയിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലീനെ. അങ്ങനെ ഓരോ ഇഡ്ഡലിയായിട്ട് ഇങ്ങനെ പെറുക്കിയെടുത്തു. അതിലേക്ക് കുറച്ച് നമ്മുടെ ചട്നി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ചട്നിയിൽ പുളി ചേർത്തുകൊണ്ടാണ് കേട്ടോ ഈ കളർ വന്നിരിക്കുന്നത്. അതിൻ്റെ മീതയിൽ ഇങ്ങനെ സാമ്പാറിനെ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആഹാ, അടിപൊളിയല്ലേ? വായിൽ വെള്ളം വരുന്നുണ്ട്. ഇന്ന് കട്ടൻ ചായയാണ്. കാര്യം പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.